ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മഹാലക്ഷ്മി സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ മേഘൻ്റെ മുന്നിൽ വെച്ച് തന്നെ മഹാലക്ഷ്മിയോട് മുഷിഞ്ഞ് സംസാരിച്ചുകൊണ്ട് നമ്മുടെ തോമസ് വൈദ്യൻ തകർത്ത് അഭിനയിക്കുന്നുണ്ട്. മേഘനാണെങ്കിൽ ഒരു തരി പോലും സംശയം തോന്നുന്നില്ല. കണ്ണേട്ടൻ്റെ ഇടതുകാലിനോടൊപ്പം വലതുകാലിനും ചെറിയ ചലനം ഉണ്ടായതല്ലാതെ ഇനി കണ്ണേട്ടൻ എഴുന്നേറ്റ് നടക്കും എന്ന പ്രതീക്ഷ ഇല്ലാതായതോടുകൂടിയാണ് ഇങ്ങനെയൊക്കെ ചെയ്തത് എന്നുകൂടി മഹിയുടെ നാവിൽ നിന്നും കേട്ടതോടെ മേഘൻ മതിമറന്ന് സന്തോഷിക്കുന്നുണ്ട്. ശേഷം കണ്ണന് ഇനി എഴുന്നേറ്റ് നടക്കാൻ കഴിയില്ല അല്ലേ സാറേ എന്ന് മേഘൻ ചോദിക്കുമ്പോൾ അയാളുടെ കാര്യം കുറച്ച് കഷ്ടത്തിലാണെന്ന് വൈദ്യനും പറയുന്നുണ്ട്. എഴുന്നേറ്റ് നടക്കുന്ന കണ്ണനേക്കാൾ വീൽ ചെയറിലിരിക്കുന്ന കണ്ണനെ കാണാനാണ് എനിക്കിഷ്ടമെന്ന് മേഘൻ സ്വയം പറയുന്നുണ്ട്. പിന്നീട് കണ്ണൻ തൻ്റെ കുഞ്ഞിൻ്റെ വളർച്ച അറിയാനായിട്ട് മഹിയുടെ വയറ്റിൽ ചെവി വെച്ച് നോക്കുന്നു. അപ്രതീക്ഷിതമായിട്ട് അവിടേക്ക് കടന്നു വരുന്ന തോമസ് വൈദ്യനെ കണ്ട് നാണിച്ചു പോകുന്നുണ്ട് കേട്ടോ കണ്ണനും മഹിയും. പിന്നീട് മോഹിനി മഹിക്ക് കൊണ്ടുപോകാനുള്ള പലഹാരമൊക്കെ ഉണ്ടാക്കുന്നു. ഇതേ സമയം മുത്തശ്ശി വന്നിട്ട് മഹിയെക്കുറിച്ച് ഓരോന്ന് പറയുമ്പോൾ, തിളച്ചെണ്ണ മുഖത്തേക്ക് ഒഴിക്കേണ്ട കാര്യങ്ങളാണ് അമ്മ ഇപ്പോൾ പറഞ്ഞത്, എന്നെ കൊണ്ട് അത് ചെയ്യിക്കരുതെന്നും പറയുന്നു. തുടർന്ന് അവളുടെ പ്രസവം കഴിയാനായിട്ട് കാത്തിരിക്കുകയാണ് ആരാണ് കുഞ്ഞിൻ്റെ അച്ഛൻ എന്ന് കണ്ടുപിടിക്കാനായിട്ട്. ജനിക്കുന്ന കുഞ്ഞ് അവളെ പോലെയാണെങ്കിലും ചിലപ്പോൾ മുടിയും വായും കണ്ണും ഒക്കെ അതിൻ്റെ അച്ഛൻ്റെ ആകാതിരിക്കില്ലല്ലോ. അപ്പോൾ കുഞ്ഞിൻ്റെ അച്ഛൻ ആരാണെന്ന് മനസ്സിലാക്കാം എന്നെല്ലാം മുത്തശ്ശി പറയുമ്പോൾ, അപ്പോൾ അറിഞ്ഞാൽ മതി കുഞ്ഞിൻ്റെ അച്ഛൻ ആരാണെന്ന് മോഹിയും മനസ്സിൽ ദേഷ്യത്തോടു കൂടി പറയുന്നുണ്ട്. വീണ്ടും മുത്തശ്ശി മഹിയെ അപമാനിക്കുന്ന രീതിയിൽ പലതും പറയുന്നുണ്ടെങ്കിലും എൻ്റെ മോള് കുഞ്ഞിനെയും കൊണ്ട് കണ്ണനോടൊപ്പം കമലേശ്വരത്ത് തിരികെ എത്തും. അന്ന് നിങ്ങളുടെയൊക്കെ മുഖത്ത് മിന്നിമായുന്ന മുഖഭാവങ്ങൾ എനിക്ക് കാണണമെന്നെല്ലാം വീണ്ടും ദേഷ്യത്തിൽ മനസ്സിൽ പറയുന്നുണ്ട് കേട്ടോ മോഹിനി. ശേഷം പ്രതാപൻ്റെ അടുത്ത് ചെല്ലുന്ന മുത്തശ്ശി, നിന്റെ ഭാര്യ അവളുടെ മൂത്ത മോൾക്ക് കൊണ്ടുപോകാനുള്ള പലഹാരമൊക്കെ ഉണ്ടാക്കുകയാണ്. അതല്ല പ്രതാപ ഞാൻ ആലോചിക്കുന്നത്, വല്ലവൻ്റെയും കുഞ്ഞിനെ വയറ്റിലെടുത്ത് നടക്കുന്ന അവളുടെ മോളോട് നിന്റെ ഭാര്യയ്ക്ക് ഒരു തരിമ്പ് പോലും വെറുപ്പില്ലല്ലോ. അവനെ വഞ്ചിച്ച മോളോട് ഇത്തിരിയെങ്കിലും ദേഷ്യം അവൾക്ക് തോന്നണ്ടേടാ എന്ന് ചോദിക്കുമ്പോൾ, മോഹിനിക്കും അറിയാം കണ്ണൻ്റെ കൂടെ ജീവിച്ചു കഴിഞ്ഞാൽ അവളുടെ മോൾക്ക് ഈ ജന്മം ദാമ്പത്യസുഖം ഉണ്ടാവില്ലെന്ന്. അവളുടെ മോളുടെ കുഞ്ഞിനെ ലാളിക്കാൻ മോഹിനിക്കും കൊതി കാണാതിരിക്കില്ലല്ലോ അമ്മേ. പിന്നെ കണ്ണനേക്കാൾ ഒട്ടും പിന്നിലല്ലല്ലോ അവളുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിൻ്റെ അച്ഛനായ അനന്തു. അതായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് പ്രതാപനും മുത്തശ്ശിയും കൂടി ചിരിച്ച് സന്തോഷിക്കുകയാണ് കേട്ടോ. ശേഷം പ്രതാപനും മുത്തശ്ശിയും ചേർന്ന് മഹിയുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെ ഇല്ലാതാക്കാൻ വേണ്ടി ആ വിഷപ്പൊടി പലഹാരത്തിൽ ചേർക്കാനായിട്ട് തീരുമാനിക്കുന്നു. അങ്ങനെ മോഹിനി അടുക്കളയിൽ നിന്നും പോയി എന്ന് ഉറപ്പ് വരുത്തിക്കൊണ്ട് അവർ അടുക്കളയിൽ എത്തുന്നുണ്ട്. അപ്പോൾ മോഹിനി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കുമ്പിളപ്പം കയ്യിലെടുത്തിട്ട് മുത്തശ്ശി പറയുന്നുണ്ട്, നിൻ്റെ ഭാര്യ ഒരു പിഴയാണെങ്കിലും അവൾ ഉണ്ടാക്കുന്ന കുമ്പിളപ്പത്തിന് ഒരു പ്രത്യേക രുചിയാണ്. ഞാനൊന്ന് രുചിച്ച് നോക്കട്ടെ പ്രതാപ എന്ന് പറഞ്ഞുകൊണ്ട് ആ പലഹാരം കയ്യിലെടുക്കുന്നു. അപ്പോൾ പ്രതാപനാണെങ്കിൽ ഇത് കാണുമ്പോൾ പറയുന്നുണ്ട്, ഉള്ള സമയം കളയാതെ അമ്മേ, അവൾ തിരിച്ചെത്തുന്നതിന് മുൻപ് എല്ലാം ചെയ്തു തീർക്കണം. ഇത് അതിലേക്ക് പുരട്ടാൻ വേണ്ടിയിട്ട് ഒരു പാത്രം എടുത്തതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ വിഷം പാത്രത്തിൽ പുരട്ടി അതിൽ പലഹാരം നിറയ്ക്കാനുള്ള ഒരു പദ്ധതിയാണ് അവർ. അപ്പോൾ ആ പാത്രവുമായിട്ട് മോഹിനി മഹിയുടെ അടുത്ത് ചെല്ലുമല്ലോ. അപ്പോൾ അങ്ങനെ വിഷം ഉള്ളിൽ ചെന്ന് അങ്ങനെ ഒരു പദ്ധതിയാണ് അവർ പ്ലാൻ ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇതേ സമയം തന്നെ നമ്മുടെ മോഹിനി അടുക്കളയിലേക്ക് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അമ്മയും മോനും കൂടി അടുക്കളയിൽ എന്താണ് ചെയ്യുന്നത് എന്നറിയാൻ വേണ്ടിയിട്ട് മോഹിനി അവരറിയാതെ അവിടെ മറിഞ്ഞു നിൽക്കുന്നുണ്ട്. അങ്ങനെ താൻ ലക്ഷ്മി മോൾക്ക് വേണ്ടി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പലഹാരത്തിൽ അവർ വിഷം ചേർക്കുന്നത്, പ്രതാപനും മുത്തശ്ശിയും ചേർന്ന് വിഷം ചേർക്കുന്നത് തൻ്റെ കണ്ണുകൊണ്ട് കണ്ട് ആകെ ഞെട്ടി വിറയ്ക്കുന്നുണ്ട് കേട്ടോ മോഹിനി. ശേഷം നിയന്ത്രണം വിടാതെ അവിടെ തന്നെ മറഞ്ഞു നിൽക്കുന്നുണ്ട്. പ്രതാപനും മുത്തശ്ശിയാണെങ്കിൽ ഇത്തവണ അവരുടെ പ്ലാൻ വിജയിച്ചു എന്ന് കരുതി സന്തോഷത്തോടെ അവിടെ നിന്ന് പോകുന്ന സമയത്ത് തന്നെ മോഹിനി അടുക്കളയിൽ കയറി ആ വിഷം ചേർത്ത പലഹാരമെല്ലാം കളയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ കളയുന്ന കൂട്ടത്തിൽ തന്നെ ഒരു തീരുമാനം മോഹിനി എടുക്കുന്നുണ്ട്. ഇത്തവണ പ്രതാപനും അയാളുടെ അമ്മയ്ക്കും നല്ലൊരു തിരിച്ചടി കൊടുക്കണം എന്ന് തന്നെ മനസ്സിൽ തീരുമാനിച്ചുറപ്പിക്കുന്നുണ്ട്. കാരണം മോളുടെ കുഞ്ഞ് ഇല്ലാതാവാൻ കാരണം ഇവരാണ്. ഇനി എൻ്റെ മോളുടെ കുഞ്ഞിനെയും ഇല്ലാതാക്കാനാണ് ഇവർ ശ്രമിക്കുന്നത്. ഇനി ഒരിക്കലും ഇവരുടെ മനസ്സിൽ ഇങ്ങനെ ഒരു പദ്ധതി പോലും ഉണ്ടാകരുത് എന്ന് തീരുമാനിച്ചുറപ്പിച്ചുകൊണ്ട് വിഷം ചേർത്ത കുറച്ച് പലഹാരം അവിടെ മാറ്റി വയ്ക്കുന്നുണ്ട് കേട്ടോ മോഹിനി. പിന്നീട് കാണിക്കുന്നത് കണ്ണനോടായിട്ട് മഹി പറയുന്നുണ്ട്, ഇപ്പോൾ നമ്മുടെ ഈ നാടകമെല്ലാം നമ്മളെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നവർ വിശ്വസിച്ചിട്ടുണ്ട്. ഞാൻ കണ്ണേട്ടൻ്റെ ജീവിതത്തിൽ നിന്നും എന്നേക്കുമായിട്ട് പോയി എന്ന് കരുതിയാണ് അവരൊക്കെ കണ്ണേട്ടനെ ഇപ്പോൾ സ്നേഹിക്കുന്നുണ്ടെങ്കിലും എപ്പോഴാണ് അവരെ സത്യം തിരിച്ചറിയുക എന്ന് പറയാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ, മുൻപ് എനിക്കും അത്തരം കാര്യങ്ങളെക്കുറിച്ചൊക്കെ ആശങ്കയുണ്ടായിരുന്നു മഹി. പക്ഷേ എനിക്കും ഇപ്പോൾ എല്ലാവരെ പോലെ ആരോഗ്യമുണ്ട്. എൻ്റെ കാലിനോ കൈകൾക്കോ ഒരു കുഴപ്പവുമില്ല. അതുകൊണ്ട് അവരുടെ ചതി നേരിടാനുള്ള
നേരിട്ട് തന്നെയും കുഞ്ഞിനെയും സംരക്ഷിക്കാൻ സാധിക്കും എന്നുള്ള ഒരു ധൈര്യം ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് മഹി ആശ്വസിപ്പിക്കുന്നുണ്ട് കേട്ടോ കണ്ണൻ. അങ്ങനെ ലേഖയോടും അനന്തുവിനോടും മഹിയോടൊക്കെ യാത്ര പറഞ്ഞ് കണ്ണൻ തിരികെ കമലേശ്വരത്ത് എത്തുന്നു. അപ്പോൾ കണ്ണനെ കാണുന്നത് ദുർഗ പറയുന്നുണ്ട്, നീ വരാൻ ഞങ്ങൾ കാത്തിരിക്കുകയായിരുന്നു കണ്ണ. ഒരു സന്തോഷ വാർത്ത നിന്നെ അറിയിക്കാനുണ്ടെന്ന് പറയുമ്പോൾ അതെന്താണെന്ന് മനസ്സിലാവുന്നുണ്ടല്ലോ കേട്ടോ കണ്ണന്. അപ്പോൾ ദുർഗ പറയുന്നുണ്ട്, നാളെ അവളുടെ അമ്മ അവൾക്ക് കൊണ്ടുപോകാനായിട്ട് പലഹാരം ഉണ്ടാക്കുന്നുണ്ട്. മോഹിനി ഉണ്ടാക്കുന്ന പലഹാരത്തിൽ കുഞ്ഞിനെ കളയാനുള്ള വിഷം കരണമോളുടെ മുത്തശ്ശി ചേർക്കും. ആ കുഞ്ഞിനെ മുളയിലേ നുള്ളി കളയണമെന്ന് നീയും ആഗ്രഹിക്കുന്നില്ലേ കണ്ണ എന്നെല്ലാം ദുർഗ പറയുന്നത് കേട്ട് ശരിക്കും നെഞ്ചിടിപ്പ് കൂടുന്നുണ്ട് കേട്ടോ. കണ്ണന് ശരിക്കും ഞെട്ടി വിറയ്ക്കുന്നുണ്ട്. ഉടനെ തന്നെ എത്രയും പെട്ടെന്ന് ഈ വിവരം മഹിയെ അറിയിക്കണമെന്നും തീരുമാനിച്ചുറപ്പിച്ചുകൊണ്ട് കണ്ണൻ നേരെ മുറിയിലെത്തി. ഉടനെ തന്നെ മഹിയെ വിളിച്ച് പ്രതാപൻ്റെയും മുത്തശ്ശിയുടെയും ഒരു ചതിയുടെ കാര്യം മഹിയെ അറിയിക്കുന്നുണ്ട് കേട്ടോ. പിറ്റേന്ന് മോഹിനി പലഹാരവുമായിട്ട് പോകാൻ തുടങ്ങുന്നു. അപ്പോൾ മോഹിനി അത് കൊണ്ടുപോകുന്നത് കാണുമ്പോൾ മുത്തശ്ശിക്കും പ്രതാപനൊക്കെ ആണെങ്കിൽ ഭയങ്കര സന്തോഷമാവുകയാണ് കേട്ടോ. ഇവളിനി കരഞ്ഞ് നിലവിളിച്ചുകൊണ്ടായിരിക്കും തിരികെ വരാൻ പോകുന്നത് എന്നൊക്കെ ആലോചിച്ച് അവരിങ്ങനെ സന്തോഷിക്കുകയാണ്. അങ്ങനെ മോഹിനി അനന്തുവിൻ്റെയും ലേഖയുടെയും വീട്ടിലെത്തുന്നു. അപ്പോൾ ആ പലഹാരം കൊണ്ടുവന്നിരിക്കുന്നത് കാണുമ്പോൾ മഹി പറയുന്നുണ്ട്, ഈ പലഹാരത്തിൽ കരുണയുടെ അച്ഛനും മുത്തശ്ശിയും ചേർന്ന് എൻ്റെ കുഞ്ഞിനെ കളയാനുള്ള വിഷം ചേർത്തിട്ടുണ്ടെന്ന് പറയുമ്പോൾ, ഇത് ആ പലഹാരമല്ല മോളെ, അതൊക്കെ ഇന്നലെ രാത്രി തന്നെ ഞാൻ കളഞ്ഞു, ഇത് വിഷം കലരാത്ത നല്ല പലഹാരമാണെന്ന് പറഞ്ഞുകൊണ്ട് മോഹിനി നടന്ന കാര്യങ്ങളെല്ലാം മഹിയെയും അനന്തുവിനെയും ലേഖയൊക്കെ അറിയിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇത്തവണയും മഹിക്കോ കുഞ്ഞിനോ ഒന്നും തന്നെ സംഭവിക്കുന്നില്ല. ഇവിടെ കരുണാലയത്തിലാണെങ്കിൽ മുത്തശ്ശിയും പ്രതാപനും ആണെങ്കിൽ വിഷം ചേർത്ത പലഹാരം ഇന്ന് തന്നെ മഹിയുടെ ശരീരത്തിൽ ചെന്നും അതോടുകൂടി തന്നെ ആ കുഞ്ഞ് നഷ്ടപ്പെടും. അപ്പോൾ ആ ഒരു കാര്യം ആലോചിച്ച് അവരുടെ ആ ഒരു പദ്ധതി ആഘോഷിക്കാൻ തന്നെ അവർ തീരുമാനിക്കുന്നുണ്ട്. അപ്പോൾ മോഹിനി ഉണ്ടാക്കി വെച്ച പലഹാരമുണ്ട്, വിഷം ചേർക്കാത്ത പലഹാരം. അപ്പോൾ അത് അവർ കഴിക്കാൻ തന്നെ തീരുമാനിക്കുന്നുണ്ട് കേട്ടോ. ഷുഗർ ഉണ്ട് എന്നുള്ള കാര്യമൊന്നും അവർ കണക്കാക്കുന്നില്ല. കാരണം ഈ ഒരു സംഭവം ആഘോഷമാക്കാൻ തന്നെ അവർ തീരുമാനിക്കുന്നുണ്ട്. അങ്ങനെ മോഹിനിയാണെങ്കിൽ അവർക്ക് കൊടുക്കാനുള്ള നല്ല പണി കൊടുക്കണമെന്ന് തീരുമാനിച്ചുകൊണ്ട് വിഷം ചേർത്ത പലഹാരം തന്നെയാണ് കേട്ടോ അവിടെ വെച്ചിട്ട് പോയിരിക്കുന്നത്. അങ്ങനെ പ്രതാപനും മുത്തശ്ശിയും ചേർന്നിട്ട് ആ ഒരു കൊമ്പിളപ്പം അവിടെ ഇരുന്ന് ആസ്വദിച്ച് കഴിക്കുന്നുണ്ട്. അങ്ങനെ വിഷം ചേർത്ത ആ ഒരു പലഹാരം അവരുടെ ശരീരത്തിനുള്ളിൽ ചെല്ലുന്നുണ്ട്. അങ്ങനെ മഹിയുടെ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ നോക്കി പ്രതാപനും മുത്തശ്ശിക്കും 8ന്റെ പണി തന്നെയാണ് കേട്ടോ ഇത്തവണ കിട്ടുന്നത്. അപ്പോൾ നമുക്ക് കാത്തിരിക്കാം മഹാലക്ഷ്മി സീരിയലിൻ്റെ ഇന്നത്തെ വരാൻ പോകുന്ന ഈ ഒരു ത്രില്ലിംഗ് ആയിട്ടുള്ള എപ്പിസോഡിനായിട്ട്. ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്